എല്ലാവർക്കും സെക്കൻഡ് സെമസ്റ്റർ സൈക്കോളജിയിലെ ഇൻട്രൊഡക്ഷൻ ടു പ്രോബിലിറ്റി എന്ന പേപ്പറിൻ്റെ അടുത്തൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു പ്രോബിലിറ്റി എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ, അതായത് തേർഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏകദേശം പ്രോബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഓരോന്നും ഒന്ന് നോട്ട് ചെയ്ത്, അതായത് ലെക്ചർ നോട്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതായത് നമുക്ക് ഈ ചാപ്റ്ററിലെ മൊത്തം കോൺസെപ്റ്റുകളെയും ഒന്ന് ഷോർട്ട് നോട്ടായി കൊടുത്തിട്ടുള്ള ഭാഗമാണിത്. അതിലാദ്യം മാത്തമാറ്റിക്കൽ ഓർ ക്ലാസിക്കൽ ഓർ പ്രയർ പ്രോബിലിറ്റി എന്ന് പറയുന്നതാണ്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് മൾട്ടിപ്ലിക്കേഷൻ തിയറം, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ എംപിരിക്കൽ പ്രോബിലിറ്റി, ഓക്സിയോമാറ്റിക് തിയറം, അഡീഷൻ തിയറം, കണ്ടീഷണൽ പ്രോബിലിറ്റി. ഇങ്ങനെ ഈ 6 എന്ന രൂപത്തിലാണ് നമ്മളിതിനെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങളോട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇൻഡിവിജ്വലൈസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഇതിൽ മാത്തമാറ്റിക്കൽ പ്രോബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ F/N എന്ന ഇക്വേഷനോട് കൂടിയിട്ട് നമ്മൾ അതിൻ്റെ പ്രോബ്ലം പഠിച്ചു. ശേഷം മാത്തമാറ്റിക്കൽ തിയറത്തിൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാർഡിനെ കുറിച്ച് പരിചയപ്പെട്ടായിരുന്നു. ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക. കാർഡിൻ്റെത് ഡീറ്റെയിൽഡ് ആയിട്ട് അവ്യക്തമായിട്ടായിരുന്നു മുമ്പോട്ട് ഉണ്ടായിരുന്നത്. ഇതിൽ ആദ്യത്തെ 2 റെഡ് കാർഡും പിന്നത്തേത് ബ്ലാക്ക് കാർഡുമാണ്. അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോട്ട് ചെയ്ത് പഠിക്കുക. ശേഷം ഓരോ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ മാത്തമാറ്റിക്കൽ പ്രോബിലിറ്റിയുടെ ബാക്കി പത്രനിരത്തിൽ കുറച്ച് പ്രോബ്ലംസ് വീണ്ടും വർക്കൗട്ട് ചെയ്തു. ശേഷം നമ്മൾ അഡീഷൻ തിയറമാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ എംപിരിക്കൽ പ്രോബിലിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അഡീഷൻ തിയറമാണ് നോക്കിയിട്ടുള്ളത്. അഡീഷൻ തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാറ്റഗറിയിലാണുള്ളത്, മ്യൂച്വലി എക്സ്ക്ലൂസീവും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. ആ 2 കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് വീഡിയോയോട് കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിരുന്നു. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുന്ന സമയത്തും എക്സ്ക്ലൂസീവ് ആവുന്ന സമയത്തും എങ്ങനെയാണ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഇൻക്ലൂഡഡ് ആണോ എക്സ്ക്ലൂഡഡ് ആണോ, ഒരു ഇവൻറ്റും മറ്റേ ഇവൻറ്റും തമ്മിൽ ഇൻക്ലൂഡഡ് ആണോ എക്സ്ക്ലൂഡഡ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ നമ്മൾ പ്രോബ്ലം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ഇക്വേഷൻസ് നമ്മൾ നോക്കിയായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബിലിറ്റി ആണ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുമ്പോൾ ടു ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് 2 ഇവൻറ്റ്സ് ഹാപ്പനിങ് ടുഗദർ. അപ്പോൾ നമ്മൾ 2 ഇവൻറ്റ്സ് ഒന്നിച്ച് സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത്. അതായത് ഒരു ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇവൻറ്റ്, രണ്ടാമതൊരു ഇവൻറ്റ് സംഭവിക്കുമ്പോൾ അത് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നതിനനുസരിച്ചാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം നമ്മൾ പഠിക്കുന്നത്. ഇവിടെ A and B are 2 events when A intersection B is equal to probability of A into probability of B by A. അതായത് അങ്ങനെ പറയുന്നു. അതായത് പ്രോബിലിറ്റി ഓഫ് A and B are probability of A into probability of B given has the already happened. അതായത് അവിടെ ഓൾറെഡി A സംഭവിച്ചത് കൊണ്ട് Bക്കുള്ള മാറ്റം എന്ന രൂപത്തിലാണ് പറയുന്നത്. നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. ഓർക്ക് അഡീഷൻ തിയറത്തിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിന് ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റുമാണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താ, ഇൻഡിപെൻഡൻ്റ് സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ്. 2 ഇവൻറ്റുകളും വേറെ വേറെ ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഇവൻറ്റും മറ്റേ ഇവൻറ്റും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ഓക്കെ, ഇഫ് A and B ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ദെൻ പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B. അങ്ങനെയാണെങ്കിൽ A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് എന്തായിരിക്കും, P ഓഫ് A ഇൻറ്റു P ഓഫ് B. ഒന്നുമില്ല, ഫസ്റ്റ് ഇവൻറ്റിൻ്റെ ഔട്ട്പുട്ട് ഏതാണോ അത് ഇൻറ്റു സെക്കൻഡ് ഇവൻറ്റിൻ്റെ ഔട്ട്പുട്ട്, അത്രയേ ഉള്ളൂ. അവിടെ എല്ലാ ഇവൻറ്റുകളും എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആരെയും അഫക്റ്റ് ചെയ്യുന്നില്ല. നോക്കിയേ, കോയിൻ ആൻഡ് ഡൈസ് ആർ ത്രോൺ. കോയിനും ഡൈ ഒക്കെ ത്രോ ചെയ്യുന്ന സമയത്ത് പറയുകയാണ് ഗെറ്റിംഗ് ഹെഡ് കിട്ടാനുള്ള ചാൻസ്. ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇവൻറ്റിന് അത് ബാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വീണ്ടും ഹെഡ് അവിടെ വരുന്നില്ല. അതായത് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞു വീണ്ടും അതേ ഇവൻറ്റ് തന്നെ ആവർത്തിച്ച് പറയുകയാണെങ്കിലാണ് അത് അതിനെ എഫക്റ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ അവിടെ എന്താണ്, ഡിപ്പെൻഡൻ്റ് അല്ല, എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ആദ്യത്തെ ഇവൻറ്റ് സംഭവിച്ചത് കൊണ്ട് രണ്ടാമത്തെ ഇവൻറ്റിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതാണ് ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ഇവൻറ്റ് അവിടെ സംഭവിച്ചത് കൊണ്ട് രണ്ടാമത്തെ ഇവൻറ്റിന് പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടായി എങ്കിൽ അത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ.
അതായത് രണ്ടാമത്തെ ഇവന്റ് ആദ്യത്തെ ഇവന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. എന്നാൽ അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ഇവന്റുകൾ എന്താണ്, ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ മതി. ആദ്യത്തെ ഇവന്റും രണ്ടാമത്തെ ഇവന്റും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. തമ്മിൽ ഒരു അഫെക്ഷൻ നടക്കണില്ല എങ്കിൽ, എന്ന് വെച്ചാൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, അത്രേ അവിടെ പറയുന്നുള്ളൂ. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയിരിക്കും മിക്കവാറും നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ഇവന്റ് സംഭവിച്ചു, അപ്പോൾ അതിൽ ഔട്ട്കം ഏതാന്ന് നോക്കുക. രണ്ടാമത്തെ ഇവന്റ് സംഭവിച്ചു, അതിൽ ഔട്ട്കം ഏതാന്ന് നോക്കുക. ആ ഔട്ട്കമ്മിൽ തമ്മിൽ വല്ല കോൺട്രാഡിക്ഷനും, മീൻസ് അത് എയിൽ ഇൻക്ലൂഡഡ് ആണോ, അല്ലെങ്കിൽ എ കാരണം ബിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ, ഇൻഡിപെൻഡന്റ് ആണോ ഡിപ്പെൻഡന്റ് ആണോ തീരുമാനിക്കാൻ. എന്നിട്ട് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നേരിട്ട് ഇക്വേഷൻ ചെയ്യാം. രണ്ടാമത്തെ കേസ് നോക്കാം, ഡിപ്പെൻഡന്റ് ഇവന്റ്. ഡിപ്പെൻഡന്റ് ഇവന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇഫ് എ ആൻഡ് ബി ആർ ഡിപ്പെൻഡന്റ് ഇവന്റ്, ദെൻ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ബൈ എ. എ അവിടെ സംഭവിച്ചിട്ടുണ്ട്, എ എന്ന ഇവന്റിന്റെ റിസൾട്ട് അവിടെ എഴുതി കൊടുക്കുക, ഇൻറ്റു പി ഓഫ് ബി ബൈ എ. എ കാരണം ഉള്ള ബി എന്നാണ് പറയേണ്ടത്. എ കാരണമുള്ള ബി, അതായത് ഔട്ട് ഓഫ് അവിടെ മാറും, അതായത് ടോട്ടൽ അവിടെ മാറ്റം വരും. അതാണ് ഉദ്ദേശിച്ചത്. നോക്കിയേ, എക്സാമ്പിൾ നോക്കിക്കോളൂ. ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്, 52 കാർഡുകളുണ്ട്. 2 കാർഡ്സ് ആർ ഡ്രോൺ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അപ്പം അടി വരച്ച് പഠിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ റീപ്ലേസ്മെന്റ് എന്നും നോട്ട് റീപ്ലേസ്മെന്റ് എന്നും, അല്ലെങ്കിൽ വിത്ത് റീപ്ലേസ്മെന്റ് എന്നും വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നും ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ വിത്ത് റീപ്ലേസ്മെന്റ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പകരം തിരിച്ചു വെച്ചു എന്നാണ്. അതായത് ഒരു കാർഡായി നിർത്ത് തിരിച്ച് വീണ്ടും അതിലേക്ക് വെച്ചു. വീണ്ടും അതിലേക്ക് വെച്ചാൽ ടോട്ടലിൽ മാറ്റം വരുന്നില്ല. അതായത് വീണ്ടും അവരെന്ത് ചെയ്യും, പഴയ അവസ്ഥയിലേക്ക് തന്നെ ആയി. അതായത് ഇൻഡിപെൻഡൻ്റ് ആണ്. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് അതിലേക്ക് വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് കാർഡ് ബീയിങ് എയ്സ്. ആദ്യം ഒരു എയ്സ് കാർഡ് എടുത്തു. എയ്സ് എത്ര ഉണ്ട്, ഓരോന്നിലും 4 കാർഡുകളാണുള്ളത്. ഓരോ കാർഡുകളിലും എന്ന രൂപത്തിൽ ഓരോണ്ണം അല്ലേ, എയ്സ് കാർഡുകൾ ഓരോണ്ണം 4 സ്യൂട്ടുകളിലായിട്ട് ഓരോന്ന്. അപ്പം ടോട്ടൽ 4/52 4. ഇനി പ്രോബിലിറ്റി ഓഫ് സെക്കൻഡ് കാർഡ് ബീയിങ് എയ്സ്, രണ്ടാമത്തത് എയ്സ് എടുക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഓൾറെഡി ഒരു കാർഡ് എടുത്തല്ലോ, അപ്പോൾ അവിടെ 52 എന്തായി, ഒരെണ്ണം പോയി. 52 ഒരെണ്ണം പോയി എടുത്തു, അത് റീപ്ലേസ് ചെയ്തിട്ടില്ല. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആ കാർഡേക്ക് തിരിച്ചു വെച്ചിട്ടില്ല. ടോട്ടൽ 52 കാർഡിൽ ഒരു കാർഡ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, അതായത് എയ്സ് കാർഡ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, ഒരു എയ്സ് കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എയ്സ് കാർഡ് ആവാനുള്ള ചാൻസ് 4 എണ്ണത്തിനോട് ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 52-ൽ 4 എന്ന് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം പുറത്ത് വന്ന് എടുക്കുകയാണ്. ഇനി എത്രണ്ണേ ഉള്ളൂ, ടോട്ടൽ കാർഡ് 51 ഉള്ളൂ. അതേപോലെ എയ്സ് കാർഡ് ഒരെണ്ണം പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്, പകരം തിരിച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കാർഡും എയ്സ് ആവാനുള്ള ചാൻസ് എത്ര എന്നുള്ളത് 51-ൽ 3 കാരണം ഓൾറെഡി ഒരു കാർഡ് അവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, 51-ൽ 3 എന്നാണ് നിങ്ങൾ ആൻസർ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം 51 വരാൻ കാരണം എന്താണ്, ആദ്യത്തെ കാർഡ് എടുത്തത് കൊണ്ട്, അതായത് എ കാരണം ബി എത്രയായി മാറി, 3 മാറി എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ കാണണം, ഡിപ്പെൻഡ് ചെയ്തല്ലോ. അപ്പോൾ എങ്ങനെ ഒരു ഇക്വേഷന്, പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ബൈ എ. ബി കാരണം എ, അതായത് എയ്സ് ആര് കാരണം, ഈ ആദ്യത്തെ ഇവന്റ് എടുത്ത കാരണം ടോട്ടലിലെ മാറ്റം വന്നു, രണ്ടാമത്തെ ഇവന്റിലും മാറ്റം വന്നു. അങ്ങനെയാണ് ഇവിടെ എന്ത് കൊടുക്കേണ്ടത്, 3/51 മാറിയത്. അപ്പോൾ ഇക്വേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ എയ്സ് ആവാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ ആദ്യം 4 എയ്സുകൾ ഉള്ളത് കൊണ്ട് ആ 4 ആൾക്കും ചാൻസ് ഉണ്ട്. ആകെ എത്ര ഉണ്ട്, 52. രണ്ടാമത്തെ എയ്സ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരെണ്ണം അവിടുന്ന് പോന്നിട്ടുണ്ട്, കൈക്ക് തിരിച്ചു വെച്ചിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എത്ര ആൾക്ക് ഇനി ചാൻസ് ഉള്ളൂ, 3 ആൾക്കേ അവിടെ ചാൻസ് ഉള്ളൂ. അങ്ങനെ വേണം ആൻസർ എഴുതി കൊടുക്കണ്ടോ ഡിപ്പെൻഡന്റ് ഇവന്റ്. ഇനി ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നോക്കിയേ, ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ ഇക്വേഷൻ ഇതാണ്. വല്ല തിയറി പാർട്ടും ചോദിക്കുകയാണെങ്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓർത്തോളൂ, ഓരോ ടോപ്പിക്സും പ്രോബ്ലത്തിനേക്കാൾ ഉപരി തിയറിയെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, വെറും പ്രോബ്ലം മാത്രം ഇരുന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ. നിർബന്ധമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കൂടുതലും പ്രോബ്ലത്തേക്കാൾ തിയറിക്ക് ഫോക്കസ് ചെയ്ത്, അങ്ങനെയല്ല തിയറി പാർട്ടും കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഓരോ ക്വസ്റ്റ്യനും പഴയ രീതിയിൽ നിന്നൊക്കെ മാറ്റം പിടിച്ചിട്ട് തിയറി വേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡന്റ് ഇവന്റ് എന്താണെന്നും ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്താണെന്നുള്ള ചെറിയൊരു പിക്ചറൈസേഷനും രണ്ടിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി മിസ് പറഞ്ഞത് തന്നെയാണ് സംഭവം കേട്ടോ.
ഏതൊക്കെ കേസിലാണ് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. ഡിപ്പെൻഡൻറ്റിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് യാതൊരു പ്രോബ്ലം, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. സോ നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിപ്പെൻഡ് എന്ത് ചെയ്താൽ ആദ്യത്തെ ഇവൻ്റ് അവിടെ ഓക്കെയാണ്. രണ്ടാമത്തെ ഇവൻ്റ് എന്താ? ആദ്യത്തെ ഇവൻ്റ് കാരണം രണ്ടാമത്തെ ഇവൻറ്റിൽ മാറ്റം വന്നു. അപ്പോൾ ടോട്ടലിലൊക്കെ മാറ്റം അവിടെ വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾസ് അവിടെ പറഞ്ഞ തന്നെയാണ് ഇവിടെ എക്സാമ്പിൾ എടുത്തത്. 2 കോയിൻസ് ആർ ടോസ്ഡ്, 2 കോയിനെ ടോസ് ചെയ്യുന്ന കേസ് എടുക്കുക. 2 കോയിന് ടോസ് ചെയ്യുന്ന സമയത്ത് 2 കോയിൻസ് ആർ ടോസ്ഡ്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ, 2 ഹെഡ്സ്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് എന്താ ഹെഡ് ആവാനുള്ള ചാൻസ്, ഫസ്റ്റ് കോയിന് ഹെഡ് ആവാനുള്ള ചാൻസ് 1/2, ദെൻ സെക്കൻഡ് കോയിന് ഹെഡ് ആവാനുള്ള ചാൻസ് 1/2 ആണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, ആ 2 ഹെഡ്സ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. 2 കോയിന് ഹെഡ് ആവാനുള്ള ചാൻസ് 1/2 ഇൻറ്റു 1/2 എന്നാണ്. അപ്പോൾ ആദ്യത്തെ കോയിന് ഹെഡ് ആവാനുള്ള ചാൻസ്, രണ്ടാമത്തെ കോയിന് ഹെഡ് ആവാനുള്ള ചാൻസ് എന്ന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ആൻസർ അങ്ങനെ നേരിട്ട് കൊടുക്കുക. അവിടെ നിന്ന് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിന്. അതേപോലെ ഈ ഡൈ ത്രോ ചെയ്യുന്ന സമയത്തും തന്നെ ഫസ്റ്റ് 6 ആണ് ഫസ്റ്റ് ഡൈ. 6 വരാനുള്ള ചാൻസ് 1/6, ദെൻ സെക്കൻഡ് 6 വരാനുള്ള ചാൻസ് 1/6. ഈ ഇങ്ങനെ 2 ഡൈ ത്രോ ചെയ്യുന്ന സമയത്തൊക്കെ പെയറായിട്ട് വരുമല്ലോ. ആ പെയറായിട്ട് വരുമ്പോൾ അങ്ങനെ 1 6 അല്ല 1 1 1 2 1 3 1 4 അങ്ങനെയാണ് വരിക. മറ്റതിൽ HT TH ഒക്കെ പറയണ പോലെ ഇവിടെ അങ്ങനെ വരും. അപ്പോൾ അതിൽ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അതും അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, അതിന് ആ പ്രോബ്ലം നല്ല രീതിയിൽ മനസ്സിലാവും. ഒന്നിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ആദ്യത്തത് രണ്ടാവാനുള്ള ചാൻസ്, രണ്ടാവാനുള്ള ചാൻസ് തമ്മിൽ കൂട്ടിമുട്ടണില്ലല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയേ. ഇത് എ ബാഗ് കണ്ടെയ്ൻ 5 വൈറ്റ് ബോൾസ് ആൻഡ് 8 ബ്ലാക്ക് ബോൾസ്. 5 വൈറ്റ് ബോളും ഉണ്ട്, 8 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. ഓക്കെ, 1 ബോൾ ഈസ് ഡ്രോൺ ആൻഡ് നോട്ട് റീപ്ലേസ്ഡ്. അപ്പം നിങ്ങൾ നോക്കണം, നോട്ട് റീപ്ലേസ്ഡ്. ഈ റീപ്ലേസ് ചെയ്യുക, നോട്ട് റീപ്ലേസ് ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ ഏതിൻ്റെ ഇതിലാണ്? ഇൻഡിപെൻഡൻറ്റും ആണ്. ഇൻഡിപെൻഡൻറ്റും വരുന്ന എവിടെയാണ്? മൾട്ടിപ്ലിക്കേഷൻ തിയറാണ്. അപ്പോഴെന്നെ മനസ്സിലേക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ ഇൻഡിപെൻഡൻറ്റിൻ്റെ ഇക്വേഷൻ വരണം. ഗുണിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നേരിട്ട് ഗുണിക്കുന്നത് ഏതാണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു B/A ആയിട്ടുള്ളതാണ്, ഡിപ്പെൻഡൻ്റ് ആണ്. നോക്കിയേ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഈ ബോത്ത് എന്ന് പറയുമ്പോൾ A ഇൻ്റർസെക്ഷൻ B ആണ്, ആൻഡ് എന്ന് പറഞ്ഞാൽ A യൂണിയൻ B ആണ്. അങ്ങനെയൊക്കെ കുറച്ച് ക്ലൂസ് മിസ് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് വേണം നോക്കാനേ. നോക്കിയേ, ബോത്ത് ദി ബോൾസ് ആർ വൈറ്റ്. 2 ബോളുകളും വൈറ്റ് ആവാനുള്ള ചാൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ബോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രോൺ ചെയ്തിട്ടുണ്ട്, നോട്ട് റീപ്ലേസ്ഡ്, പക്ഷെ തിരിച്ചു വെച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ വേറൊരു ബോളും കൂടി എടുത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാം, 2 ബോക്സ് വരച്ച് വയ്ക്കുക. ഒരു ബോക്സ് വരയ്ക്കുക, അതിലെത്ര ബോൾ കൊടുക്കുക? 5 വൈറ്റ്, 5 W എന്ന് കാണിക്കുക, 8 B എന്ന് കാണിക്കുക. ഓക്കെ, സെറ്റ്. ടോട്ടൽ എത്ര ഉണ്ട്? 13 എണ്ണമാണ്. അതിൽ നിന്ന് ഒരു ബോൾ പുറത്തേക്ക് എടുക്കണതായിട്ട് കാണിക്കണം. ഏത് ബോളിനാണ് എടുക്കേണ്ടത്? ബോത്ത് ദി ബോൾസ് ആർ എന്താവണം എന്ന് പറഞ്ഞത്? വൈറ്റ്. അപ്പോൾ വൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? അതായത് 5 ബോൾ, 5 എന്നുള്ളിടത്ത് ഒരു വര താഴേക്ക് വരച്ചിട്ട് ബോക്സിൻ്റെ പുറത്തേക്ക് വരച്ചിട്ട് അവിടെ W എന്ന് കാണിക്കുക, 1 W എന്ന് കാണിക്കുക. ഒരു വൈറ്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും 13 നിന്നും ഒരു വൈറ്റാണ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ആവാനുള്ള ചാൻസ് എത്ര ഉണ്ട്? 5 ഉണ്ട്. അപ്പോൾ 5/13 ആണ് വരിക, 1/13 അല്ല കേട്ടോ. വൈറ്റ് ആവാനുള്ള ചാൻസ് 5 എണ്ണത്തിനും ചാൻസ് ഉണ്ട്. ഓക്കെ, 5/13 ആണ് ആദ്യത്തതിന്. ഓക്കെ, സെറ്റ്. ഇനി രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞിട്ടുള്ളത്? തിരിച്ചു വെച്ചിട്ടില്ല, ഓർക്കണം, തിരിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ അടുത്തൊരു ബോക്സ് നിങ്ങൾ വരച്ച് വെക്കുക. അപ്പോൾ തന്നെ ഓർക്കുക എന്ത്, അവിടെ ഒരെണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര ബോളേ ഉള്ളൂ വൈറ്റ്? 4 W കാണിക്കുക, 8 ബ്ലാക്കും കാണിക്കുക. 4 W 8 ബ്ലാക്ക്. ടോട്ടൽ എത്ര എണ്ണം വരും? 8 4 12 എണ്ണം വരും. ഓക്കെ, അങ്ങനെ ചെയ്യും. എന്നിട്ട് അതിൽ നിന്നൊരു ബോൾ പുറത്തേക്ക് എടുക്കാൻ പറയുന്നത്. അപ്പോൾ അതും വൈറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 4-ൽ ഒരെണ്ണം പുറത്തേക്ക് എടുത്തു എന്ന് കാണിക്കും. അപ്പോൾ എങ്ങനെ വരും? 4/, ഇനി 13 ഉണ്ടോ? ഇല്ല, 12. മാറ്റം വന്നു അല്ലേ? അത് ബോൾ റീപ്ലേസ് ചെയ്തിട്ടില്ല. റീപ്ലേസ് ചെയ്തു എന്നുണ്ടെങ്കിൽ തിരിച്ച് ആ ബോൾ അങ്ങോട്ട് തന്നെ പോണതായിട്ടുള്ള ആരോ മാർക്കും കാണിക്കണം. ഓക്കെ, ഒരു ബോക്സ് വരച്ചത് ചെയ്യുകയാണെങ്കിൽ വൃത്തിയായിരിക്കും കേട്ടോ. ബോൾ അങ്ങോട്ട് തിരിച്ച് വെക്കുന്നതും ആരോ മാർക്ക് ഇട്ട് കാണിക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ ബോക്സിൻ്റെ അകത്ത് ടോട്ടൽ 13 ഉണ്ട്. 13-ൽ എത്രയാണ് വൈറ്റ് ആവാനുള്ള ചാൻസ്? 5. രണ്ടാമത്തിൽ 13 ഇല്ല, 12 ആണ്. 12-ൽ വൈറ്റ് ആവാനുള്ള ചാൻസ് ഏതാണ്? 4. കാരണം ഒരെണ്ണം എടുത്തിട്ടുണ്ടല്ലോ, ഒരു ബോൾ, 1 ബോൾ എടുത്തിട്ടുണ്ടല്ലോ. 1 ബോൾ എടുത്തു, അതിൽ ആവാനുള്ള ചാൻസ് ആണ് ഈ 4 എന്നും 3 എന്നും പറയണത്. ഇനി അടുത്തത് നോക്കിയേ. അടുത്ത പറഞ്ഞതെന്ന് വെച്ചാൽ
ഇതിൻ്റെ ഇക്വേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. കാര്യമായിട്ട് ഇക്വേഷനൊക്കെ കൊടുത്തിട്ട് നമ്മൾ മനസ്സിലാക്കി ഏതാണ് നോട്ട് റീപ്ലേസ്ഡ് ആയതുകൊണ്ട് ഏതാണ് ഡിപ്പെൻഡൻ്റ് ആണെന്ന് മനസ്സിലാക്കി അവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറി യൂസ് ചെയ്യണമെന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ശേഷം നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ തിയറി ഇവിടെ യൂസ് ചെയ്യാണ്. ആ യൂസ് ചെയ്യുന്ന സമയത്ത് ബി ഓഫ് എ നമ്മൾ കണ്ടെത്തി. ഓക്കെ, അപ്പോൾ റിമൈനിങ് ബോൾസ് ആയിട്ട് എത്രನೇ ഉള്ളൂ? ടോട്ടൽ ബോൾ 12 ഉള്ളൂ. അതേപോലെ വൈറ്റ് ബോൾ എത്ര ലെഫ്റ്റ് ആയിട്ടുള്ളൂ? 4 ഉള്ളൂ. അപ്പോൾ ഇനി ബി ബൈ എ എന്ന് പറഞ്ഞാൽ 4/12 ആണ് എന്ന് കാണിച്ചു കൊടുത്തു. നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു. എന്താണ്? 5/13 ഇൻറ്റു 4/12. പിന്നെ അത് സോൾവ് ചെയ്ത ആൻസർ ആണ് ഇവിടെ കാണുന്നത്. 5/13 ഇൻറ്റു 4/12. ഇങ്ങനെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് എന്തൊക്കെ മാറ്റം വരുന്നു നോക്കുക. ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കിയതിന് ശേഷം ബോത്ത് എന്ന് കാണുമ്പോഴും നോട്ട് റീപ്ലേസ്ഡ് അല്ലെങ്കിൽ റീപ്ലേസ്ഡ് എന്ന് കാണുമ്പോഴും ഒക്കെ മനസ്സിലാക്കാതെ ഏതാണ് തിയറം? മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ്. ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റുമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി, ബോത്ത് എന്ന് കാണുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് മനസ്സിലാക്കണം. ഇനി 2 റെഡ് ബോളിൻ്റെ കേസ് ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഒന്നൊന്നിനെ ഇതൊരു ഒരു പറയണ എന്താ? എ ബാഗ് കണ്ടെയ്ൻ 6 റെഡ് ബോൾ, 6 റെഡ് ബോള്, 4 ബ്ലൂ ബോള് കേട്ടോ. 6 റെഡ് ബോളും 4 ബ്ലൂ ബോളുമാണ്. 6 4. അപ്പോൾ 6 എന്ന് കൊടുക്കാം, 4 ബി എന്ന് കൊടുത്താൽ ടോട്ടൽ എത്രയായി? 10 ബോൾസ് അവിടെ ഉണ്ട്. 2 ബോൾസ് ആർ ഡ്രോൺ വിത്തൗട്ട്, 2 ബോളുകൾ എടുത്തിട്ടുണ്ട് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഓക്കെ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ബോത്ത് ആർ റെഡ്. അതെന്താവാൻ? റെഡ് ആവാനുള്ള ചാൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട്. അപ്പോൾ 2 ബോൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ബോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ റെഡ് ആവാനുള്ള ചാൻസ് എത്രയാണ്? 6/10. ശരിയല്ലേ? യെസ്, 6/10. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് തിരിച്ചേക്ക് വെച്ചിട്ടില്ലല്ലോ. 6ൻ്റെ എണ്ണം കുറയൂലേ? റെഡ് 6 അല്ലേ? 6ൻ്റെ എണ്ണം ഇനി എത്രയേ ഉള്ളൂ? 5. ടോട്ടലിൻ്റെ എണ്ണം മാറുമല്ലോ. എത്രയായി? 9. അപ്പോൾ 5/9 ആവും ഏത്? സെക്കൻഡ് ബോൾ എടുക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ കാരണം അതിലേക്ക് തിരിച്ചു വെച്ചിട്ടില്ല. നമ്മുടെ മുമ്പിലുള്ള ഒരു ക്ലൂ എന്താ? വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും എൻ്റെ മാറ്റം വന്നു. അപ്പോൾ എന്ത് വരും? ബി ബൈ എ എങ്ങനെ വരും? 5/9 വരും. നേരിട്ട് മൾട്ടിപ്പിൾ ചെയ്യാം. ഇതാണ്, വളരെ സിമ്പിളാണ്. പക്ഷെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. തിയറിപ്പാട്ടും പഠിച്ചു വെക്കണേ. അതേപോലെ തന്നെ നമ്മുടെ ടോട്ടൽ 52 കാർഡ്സിന് 2 എയ്സ് കാർഡ് എടുക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2 എയ്സ് കാർഡാണ്. എയ്സ് കാർഡുകൾ നമുക്കറിയാം ആകെ 4 എണ്ണമാണുള്ളത്. അതിന് 2 എയ്സ് കാർഡ് എടുക്കണം. ഈ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് നോക്കുക. വലിയ റിസ്ക് ഒന്നും വരുന്നില്ല. എയ്സ് കാർഡ് ആവാനുള്ള ചാൻസ് എന്താണ്? 4 ആണ്. 4/52 ആണ് വരുന്നത്. ഓക്കെ, നമ്മളോട് പറയാൻ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ആർ ഏസ് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം എന്തായി മാറി? 52-ൽ 4 ആവും. പിന്നെ അതെന്തായി മാറി? 51-ൽ 3 ആവും. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. 52-ൽ 4 ആവും ആദ്യം, പിന്നെ 51-ൽ 3 ആയി മാറും. കാരണം വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അഡീഷൻ തിയറം നല്ലോണം നോക്കുക. ആദ്യം നമ്മൾ ക്ലാസിക്കൽ പറഞ്ഞിരുന്നു. ക്ലാസിക്കൽ ഓർ മാത്തമാറ്റിക്കൽ പറഞ്ഞു. അതിനെ പ്രയർ ടു അപ്രോച്ച് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അഡീഷൻ തിയറം പറഞ്ഞു. പിന്നെ